നിനക്കെന്തിനാ ഇത്രമാത്രം സന്തോഷം? ഒന്ന് വായെടുക്കടി. മനുഷ്യൻ ഇവിടെ പേടിച്ച് നിൽക്കുമ്പോ അവളുടെ ഒരു അമ്മായി സ്നേഹം. അതെ മമ്മി, അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ജെനിഫർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ. ആരാ മമ്മി അത്? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ നാശം പിടിച്ച അമ്മായിയാ അത്. അമ്മായി എന്ന് വെച്ചാ ആന്റി? അതെടി, നിന്റെ അച്ഛന്റെ ഒരു പെങ്ങള്. അതെന്ത് വന്ന എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരില്ല. ഹായ്, ജെനിഫർ അമ്മായി വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്ന്. എന്തായാലും വരട്ടെ, ചെറിയമ്മക്ക് അത് നല്ലൊരു അടിയാവും. ചെറിയമ്മ പാവം ഇപ്പൊ തന്നെ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. ചെറിയമ്മക്ക് ലോകത്തെ ഒരേ ഒരാളെ പേടിയുള്ളൂ, അതാ ഈ അമ്മായി. അമ്മായിയുടെ മക്കളുണ്ടാവും. എനിക്ക് ഈ വീട്ടിലെ ഒറ്റപ്പെടല് മാറി കിട്ടുമല്ലോ. അവരിവിടെ വരുമ്പോ എന്തായാലും ഞാൻ ഹാപ്പി ആവും. മമ്മി, അവരിപ്പോ എവിടുന്നാ വരുന്നേ? അമേരിക്കന്നാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇനി അതുങ്ങൾ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്കും പോണം. വേഗം റെഡി ആയിക്കോ, അല്ലെങ്കിലേ അങ്ങോട്ട് പോയി സ്വീകരിച്ചില്ലെങ്കിൽ കൊച്ചമ്മ പിണങ്ങും. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് തരത്തില്ല. ആന്റി, മുത്തിന് നല്ല സന്തോഷം ഉണ്ട് ആന്റി. ഇല്ലേട്ടോണ്ടു, നീ ചുമ്മാ കള്ളം പറയാതെ. ഞാൻ കള്ളം പറയുന്നതാണോ കുഴപ്പം? നിന്റെ മുഖം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഏന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ മാത്രം എന്താ നിനക്ക് ഇത്ര സന്തോഷം? ഇല്ലല്ലോ, എന്റെ മുഖം എപ്പോഴും അങ്ങനെ തന്നെയാ. അല്ലേലും ഈ നാശം പിടിച്ച പെണ്ണിന് അതിന്റെ ആളുകളിലെ ഇഷ്ടം, നമ്മളെ ഒന്നും ഇഷ്ടമില്ലല്ലോ. ഇല്ല ചെറിയമ്മേ, ഞാൻ അങ്ങനെയൊന്നും കാട്ടിയിട്ടില്ല ചെറിയമ്മേ. മമ്മി, ഇവരെ അത്രയ്ക്ക് പേടിക്കേണ്ടതാണോ? പേടിക്കണം മോളോ. അവരിനി വന്നാ പോകുന്നത് വരെ നമുക്ക് ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതാ ഇനം അവര്. ഓ, അപ്പോ കളി കാര്യമാണല്ലോ മമ്മി. ആന്റി, ഞാനിവിടുന്ന് രക്ഷപ്പെട്ടു പോണോ? ഡുണ്ടു, നിനക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അപകടം വരുമ്പോ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രപ്പാട്. അത് പിന്നെ മണിക്കുട്ടി, പിന്നെ അപകടം വരുമ്പോ നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കല്ലേ വേണ്ടത്. അവളുടെ അച്ഛന്റെ ഒരു സന്തോഷം ബാക്കിയുള്ളവർക്കാണല്ലോ മേന മുഴുവൻ. അവർക്കൊക്കെ ഇനി പെരുന്നാളാവും. എന്റെ മക്കൾക്കും എനിക്കാണിപ്പോ കഷ്ടകാലം വരാൻ പോകുന്നത്. മമ്മി, അവളുടെ സന്തോഷം നോക്കും മമ്മി. അവളുടെ മാത്രോ? അപ്പൊ നിന്റെ ഡാഡിയുടെ സന്തോഷം നോക്ക്. പുന്നാരി പെങ്ങളല്ലേ അമേരിക്കയിൽ വരാൻ പോകുന്നത്. ആന്റി, എന്തിനാണ് ആ കുൽസു ടീച്ചറൊക്കെ കൊടുന്നിക്കണത്? അവരുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ആ പൂതന പറഞ്ഞിട്ടാ. ആ പൂതനക്ക് അവരെയൊക്കെ എയർപോർട്ടിൽ നിന്ന് തന്നെ കാണണത്രേ. കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ അതിനാവും ബഹളം. ഇത്രക്ക് ഭയങ്കരിയാണോ അവര്? ആണോന്നോ? എന്റെ ജീവിതത്തിൽ ഞാൻ പേടിക്കുന്നത് അവളെ മാത്രാ. മമ്മി, മമ്മി പേടിക്കണ്ട മമ്മി. നമുക്ക് നല്ല പണി കൊടുത്ത് ഇവിടെ നിന്നും പറഞ്ഞു വിടാം. നോക്കിക്ക മമ്മി, 2 ദിവസം അതിൽ കൂടുതൽ അവരിവിടെ നിൽക്കൂല. ഇത് മണിക്കുട്ടിയുടെ വാക്കാ. അതെ ആന്റി, മണിക്കുട്ടി മാത്രല്ല, ഞാനും ഉണ്ട് കൂടെ. മണിക്കുട്ടി, ഡുണ്ടു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവര്. അവളെ എനിക്ക് നന്നായി അറിയാം. അങ്ങനെ ഇങ്ങനെയൊന്നും തോറ്റോടുന്ന സ്വഭാവമല്ല അവളുടേത്. അതാ എന്റെ പേടി. എന്റെ മക്കളെ അവരോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നല്ല ബഹുമാനത്തോടെ തന്നെ നിൽക്കണം. പൂത്ത കാശ അവളുടെയും അവളുടെ കെട്ടിയവന്റെയും കയ്യില്. കാശിന് മുകളിൽ പരുന്തും പറക്കൂലെന്നല്ലേ ചൊല്ല്. എന്നാ മമ്മി, നമുക്ക് അവരുടെ കാശ് ഇത്ര അടിച്ചു മാറ്റാം. അത് തന്നെയാ മോളെ എന്റെയും പ്ലാൻ. നമ്മൾ അവരോട് സോപ്പിട്ട് നിൽക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഞങ്ങൾ ഏറ്റു ആന്റി. അത് മമ്മി, നമുക്ക് ആ മുത്തുമായിട്ട്
വർഷേ, എന്താ നിങ്ങൾ 3 പേരും ഒരു കൂട്ടായ്മ? അച്ഛാ, അവര് അമ്മായി വരുന്ന സന്തോഷത്തിലാവും. അമ്പടി കൊച്ചു കള്ളി, അമ്മായി വരാനൊഴിവില്ല. അതിനു മുന്നേ തന്നെ നീ കോമഡിയും പറഞ്ഞു തുടങ്ങിയോ? അല്ല അച്ഛാ. അച്ഛാ, എനിക്ക് അവര് വരാന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷായി. എനിക്കും സന്തോഷായി മോളെ. എന്റെ മോൾക്കൊരു കൂട്ടാകുമല്ലോ അവര്. എന്റെ മോൾക്ക് അമ്മയില്ലാത്ത സങ്കടം ഒക്കെ മാറും അവര് വന്നാ. അച്ഛാ, അവരോട് ഇനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറ അച്ഛാ. ഈ മുത്തിനെ അവരെ എപ്പോഴും കാണാലോ. ഞാൻ കാലങ്ങളായിട്ട് പറയുന്നതാ മോളെ അവളോട്, എന്റെ മുത്തിനെ നോക്കാൻ വേണ്ടി. അവർക്ക് അവിടെ തന്നെ സെറ്റിലായി പോയില്ലേ. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് അവരെ ഇവിടെ നിന്നും വിടണ്ട അച്ഛാ. പറഞ്ഞു നോക്കാം മോളെ നമുക്ക്. നോക്കൂ മോളെ, എന്റെ പെങ്ങൾ വരുന്നതേ നിന്റെ ചെറിയമ്മക്കും മക്കൾക്കും തീരെ പിടിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. അത് സാരില്ല അച്ഛാ, അതൊക്കെ അമ്മായി നോക്കിക്കോളും. ആ, അതാ പിന്നെ എന്റെ ഒരു സമാധാനം. അവളെന്തെങ്കിലും പറഞ്ഞാലേ ഇവള് മറുത്തൊരക്ഷരം പറയില്ല. ഇവൾക്ക് ഈ ലോകത്ത് ആകെ പേടിയുണ്ടെങ്കിൽ അവളെ മാത്രാണ്. വർഷേ, ഞങ്ങളെ കൂടി കൂട്ടു വർഷേ. നിങ്ങൾ അച്ഛനും കൂടെ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കില്ലേ? ഞാനും എന്റെ മക്കളും എന്തിനാ അതിന് വെറുതെ ശല്യമാകുന്നത്? അത് വിചാരിച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നത്. എന്നാ വർഷേ നിന്റെ സ്വഭാവം ഒന്ന് നന്നാവുന്നത്? ഞാനിപ്പോ എന്ത് കാണിച്ചെന്നാ? എന്ത് ചെയ്താലും കുറ്റം. ഒന്നുമില്ല വർഷേ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അച്ഛാ, അതാ അമ്മായി വന്നു. ഹോ, ആ ഫ്ലൈറ്റ് നിലത്ത് ഇറങ്ങിയോ? എന്റെ കണ്ടൊക്കെ ശരിയും തുടങ്ങിയിരിക്കുന്നു. ഇത് എന്നെ കൊണ്ടേ പോകുള്ളൂന്നാ തോന്നുന്നത്. വരവ് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു പോകാൻ ഉദ്ദേശമില്ലെന്നാ തോന്നുന്നത്. മമ്മി, ആ ഇറങ്ങി വരുന്നതാണോ മമ്മി? അമ്മായി? അതെ മോളെ.